ഹായ് ഓൾ. നമ്മൾ ഗ്രീൻ കെമിസ്ട്രി എന്ന ടോപ്പിക് ഡിസ്കസ് ചെയ്യുമ്പോൾ അവിടെ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടേം ആണ് ആറ്റം എക്കണോമി. സോ ആറ്റം എക്കണോമി എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ ആറ്റം എക്കണോമി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു റിയാക്റ്റൻറ്റിന് എഫക്റ്റീവായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന, അതായത് നമ്മളുടെ റിയാക്റ്റൻസിലുള്ള എല്ലാ ആറ്റംസിനെയും പ്രൊഡക്റ്റായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് നമ്മളൊരു ആറ്റം എഫിഷ്യൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആറ്റം എക്കണോമി ഹൈ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഇതേ കൺസെപ്റ്റ് തന്നെ നമ്മളുടെ പേഴ്സൻറ്റേജ് ഈൽഡ് എന്നുള്ള രീതിയിലും നമ്മൾ പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഒരു റിയാക്ഷനിൽ എത്രയാണ് അതിൽ ഈൽഡ് വരുന്നത് എന്നുള്ളതും ഈ ആറ്റം എക്കണോമിയും സിമിലർ ആയിട്ടുള്ള വേയിൽ കൺവേ ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് തന്നെയാണ്. സോ നമുക്ക് ആദ്യം എന്താണ് പേഴ്സൻറ്റേജ് ഈൽഡ് എന്ന് നോക്കാം. സോ പേഴ്സൻറ്റേജ് ഈൽഡ് നമ്മൾ ബേസിക്കലി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഇങ്ങനെയാണ് വരുന്നത്. പേഴ്സൻറ്റേജ് ഈൽഡ് ഈക്വൽ ടു ആക്ച്വൽ ഈൽഡ് ഓഫ് ദ പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ തിയററ്റിക്കൽ ഈൽഡ് ഓഫ് ദ പ്രോഡക്റ്റ് ഇൻറ്റു 100. സോ നമ്മുടെ റിയാക്ഷൻ്റെ ഒരു പേഴ്സൻറ്റേജ് ഈൽഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഒരു പ്രോബ്ലം വെച്ചിട്ട് തന്നെ എങ്ങനെയാണ് നമ്മളുടെ പേഴ്സൻറ്റേജ് ഈൽഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതേപോലെ തന്നെ അതേ പ്രോബ്ലത്തിൽ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ആറ്റം എക്കണോമിയും കൂടി കാൽക്കുലേറ്റ് ചെയ്യുന്നതും കൂടി നോക്കിയിട്ട് എന്താണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് നമുക്ക് നോക്കാം. സോ ക്വസ്റ്റ്യൻ ഇതാണ്: 5.3 gram of benzaldehyde was reacted with an excess amount of acetophenone to produce 5.2 gram of enone product as per the reaction given below. The yield of the reaction is. നമ്മളോട് റിയാക്ഷൻ്റെ ഈൽഡാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ എന്താണ്, ബെൻസാൾഡിഹൈഡും എക്സസ് അസറ്റോഫിനോണാണ് റിയാക്ട് ചെയ്യുന്നത്. അങ്ങനെ റിയാക്ട് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 5.2 gram ഓഫ് ഈനോൺ പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇവിടെ റിയാക്ഷനിൽ നമുക്ക് യൂസ് ചെയ്യുന്ന ബെൻസാൾഡിഹൈഡിൻ്റെ വെയിറ്റ് 5.3 gram എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്, 5.2 gram നമുക്ക് പ്രോഡക്റ്റും കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ റിയാക്ഷൻ. സോ ഇതിൻ്റെയാണ് നമ്മൾ പേഴ്സൻറ്റേജ് ഈൽഡ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അവിടെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത് എന്താണ്, ഇവിടുത്തെ ഒരു ടേമാണ്, അതായത് എക്സസ് ആയിട്ടാണ് നമ്മൾ അസറ്റോഫിനോൺ എടുത്തിട്ടുള്ളത്. നമ്മുടെ ബെൻസാൾഡിഹൈഡ് 5.3 gram ആണ്. അവിടെ ആവശ്യമുള്ളതിനേക്കാളും എമൗണ്ട് നമ്മൾ നമ്മുടെ അസറ്റോഫിനോൺ എടുത്തിട്ടുണ്ട്. സോ അവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണ്, ലിമിറ്റിംഗ് റിയേജൻ്റ് ഇവിടുത്തെ ഏതാണെന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. സോ ഇവിടെ എന്താണ്, 5.3 gram നമ്മൾ റിയാക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബെൻസാൾഡിഹൈഡ് എന്താവും, അവിടെ തീർന്നു പോയി. സോ 5.3 ഗ്രാമിൻ്റെ റിയാക്ഷൻ മാത്രമേ ബെൻസാൾഡിഹൈഡ് കാണിക്കുള്ളൂ. സോ അതിനേക്കാളും എക്സസ് എമൗണ്ട് അവിടെ അസറ്റോഫിനോൺ ഉള്ളതുകൊണ്ട് എന്താണ്, അതല്ല അവിടുത്തെ ലിമിറ്റിംഗ് റിയേജൻറ്റ്. ഏതാണോ റിയാക്ഷൻ്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്യേണ്ടത്, എവിടെയാണോ ഏതിൻ്റെ കോൺസെൻട്രേഷനാണോ അവിടെ കുറഞ്ഞിട്ടുള്ളത്, ആ കുറഞ്ഞിട്ടുള്ളതിനനുസരിച്ചായിരിക്കും ആ റിയാക്ഷനിൽ പ്രോഡക്റ്റ് ഫോം ചെയ്യുക. സോ അങ്ങനെ നോക്കുവാണെങ്കിൽ ഇവിടുത്തെ ലിമിറ്റിംഗ് റിയേജൻ്റ് എന്താണ്, നമ്മളുടെ ബെൻസാൾഡിഹൈഡ് ആണ്. സോ ബെൻസാൾഡിഹൈഡിൻ്റെ രീതിയിലായിരിക്കും ഇവിടുത്തെ പ്രോഡക്റ്റ് ഫോർമേഷൻ ഉണ്ടാവുക. സോ ലിമിറ്റിംഗ് റിയേജൻ്റ് ഏതാണോ അതിനനുസരിച്ചായിരിക്കും പ്രോഡക്റ്റ് ഫോർമേഷൻ ഉണ്ടാവുക. സോ നമ്മൾ ആദ്യം നമ്മുടെ തിയററ്റിക്കൽ ഈൽഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ പേഴ്സൻറ്റേജ് ഈൽഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ലിമിറ്റിംഗ് റിയേജൻ്റ് ആ കെമിക്കൽ റിയാക്ഷനിൽ ഏതാണെന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. സോ ഇവിടുത്തെ കേസിൽ എന്താണ്, ബെൻസാൾഡിഹൈഡ് ആണ് ഇവിടുത്തെ ലിമിറ്റിംഗ് റിയേജൻ്റ്. അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റോയിയോമെട്രി നോക്കുവാണെങ്കിൽ ഇവിടെ 1:1 റേഷ്യോയിലാണ് നമ്മുടെ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നത്. അതായത് ബെൻസാൾഡിഹൈഡ് ആയിട്ടുള്ള ലിമിറ്റിംഗ് റിയേജൻ്റ് ആയിട്ടുള്ള ബെൻസാൾഡിഹൈഡിൻ്റെ 1 മോള് റിയാക്ട് ചെയ്തിട്ടാണ് നമുക്ക് 1 മോള് പ്രോഡക്റ്റ് വരുന്നത്. സോ നമുക്ക് റിയാക്ഷനിൽ എങ്ങനെയാണ് 1 മോൾ ബെൻസാൾഡിഹൈഡിൽ നിന്ന് 1 മോൾ പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നുണ്ട്. സോ ആ രീതിയിൽ നമുക്ക് ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്യാം. സോ നമ്മുടെ റിയാക്ഷനിൽ 1 മോൾ ബെൻസാൾഡിഹൈഡിൽ നിന്ന് 1 മോൾ പ്രൊഡക്റ്റ് ആണ് ഫോം ചെയ്യുന്നത്. സോ നമുക്ക് ആ രീതിയിൽ തന്നെ നമ്മുടെ കാൽക്കുലേഷൻ ഫോർവേഡ് ചെയ്യാം. സോ നമ്മളുടെ 1 മോൾ ബെൻസാൾഡിഹൈഡ്, ഓക്കെ, സോ അതിൽ നിന്ന് എന്താണ് 1 മോൾ പ്രൊഡക്റ്റ് ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് എത്ര മോൾസ് ബെൻസാൾഡിഹൈഡ് നമ്മുടെ റിയാക്ഷൻ സിസ്റ്റത്തിലുണ്ടെന്ന് നോക്കാം. സോ അതെന്താണ്, നമ്മളുടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് ബെൻസാൾഡിഹൈഡ് ആണ്. സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് ബെൻസാൾഡിഹൈഡ് ഗിവൺ വെയിറ്റ് ബൈ മോളിക്കുലർ വെയിറ്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഗിവൺ വെയിറ്റ് ഇവിടെ എത്രയാണ്, 5.3 grams ആണ്. സോ അത് നമ്മൾ മോളിക്കുലർ വെയിറ്റ് ആയിട്ടുള്ള 106 gram per മോൾ ഇൻവേഴ്സുമായിട്ട് ചെയ്യുമ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, നമുക്കിവിടെ 0.05 മോൾ എന്ന് കിട്ടും നമ്മളുടെ ബെൻസാൾഡിഹൈഡിൻ്റെ നമ്പർ ഓഫ് മോൾസ്. സോ 1 മോൾ ബെൻസാൾഡിഹൈഡിൽ നിന്ന് 1 മോൾ പ്രോഡക്റ്റ് ഉണ്ടാകുമ്പോൾ 0.05 മോൾസ് ബെൻസാൾഡിഹൈഡിൽ നിന്ന് 0.05 മോൾസ് പ്രോഡക്റ്റ് ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. സോ നമ്മളുടെ പ്രോഡക്റ്റിൻ്റെ നമ്പർ ഓഫ് മോൾസും എത്ര തന്നെയായിരിക്കും, 0.05 മോൾ ആയിരിക്കും.
സോ ഇത്രയും മോൾ ഓഫ് പ്രൊഡക്റ്റിൽ എത്ര ഗ്രാമാണ് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത് നോക്കാം ഇനി. അതായത് വെയിറ്റ് ഓഫ് പ്രോഡക്റ്റ്. സോ വെയിറ്റ് ഓഫ് പ്രോഡക്റ്റ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്റ്റ് ഇൻറ്റു മോളിക്കുലർ വെയിറ്റ് ഓഫ് പ്രോഡക്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഇതെന്താണ്, നമ്മൾ നമ്പർ ഓഫ് മോൾസ് എത്ര കിട്ടി? 0.05 മോൾസ് ആണെന്ന് കിട്ടി. ഇൻറ്റു എന്താണ്, നമ്മുടെ പ്രോഡക്റ്റിൻ്റെ മോളിക്കുലർ വെയിറ്റ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 208 ഗ്രാം മോൾ ഇൻവേഴ്സ് ആണ്. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെയിറ്റ് ഓഫ് പ്രോഡക്റ്റ് കിട്ടും. സോ വെയിറ്റ് ഓഫ് പ്രോഡക്റ്റ് എന്താണ്? വെയിറ്റ് ഓഫ് പ്രോഡക്റ്റ് നമുക്ക് കിട്ടുക 10.4 ഗ്രാം എന്നാണ്. സോ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് എന്താണ്? തിയററ്റിക്കൽ ഈൽഡാണ്. അതായത് നമ്മളുടെ റിയാക്ഷൻ ഒരു ഐഡിയൽ കേസിൽ ഫോർവേഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്റ്റും നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻറ്റും ഈക്വൽ ആവും. സോ ആ കണ്ടീഷനിൽ നമുക്ക് നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ വെയിറ്റ് ഇത്ര ആയിട്ടാണ് കിട്ടേണ്ടത്. അതായത് 10.4 ഗ്രാംസ് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടിയിരിക്കണം. അതായത് ഒരു ഐഡിയൽ കേസിലാണ്. സോ നമുക്കിവിടെ ലാബ് കണ്ടീഷനിൽ ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള വെയിറ്റ് തന്നിട്ടുണ്ട്. വെയിറ്റ് ഓഫ് പ്രോഡക്റ്റ്, ആക്ച്വൽ വെയിറ്റ്. ഓക്കെ, ആക്ച്വൽ വെയിറ്റ് തന്നിട്ടുള്ളത് എത്രയാണ്? 5.2 ഗ്രാംസ് ആയിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ നമുക്ക് അതിൽ നിന്ന് പെർസെൻറ്റേജ് ഈൽഡ് കാൽക്കുലേറ്റ് ചെയ്തൂടെ? പെർസെൻറ്റേജ് ഈൽഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് ആക്ച്വൽ ഈൽഡ് ഓഫ് ദ പ്രോഡക്റ്റ്, divided by theoretical yield into 100 ആണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ഇവിടെ ആക്ച്വൽ ഈൽഡ് കിട്ടിയത് എന്താണ്? 5.2 ഗ്രാംസ് ആണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തിയററ്റിക്കലി എത്രയാണ്? 10.4 ആണ് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് ഇൻറ്റു 100 ചെയ്താൽ എത്രയാണ്? ഇത് 50% ആണ് നമ്മളുടെ ഈ റിയാക്ഷൻ്റെ പെർസെൻറ്റേജ് ഈൽഡ് എന്ന് നമുക്ക് കിട്ടുക. സോ നമ്മൾ ഈ റിയാക്ഷൻ്റെ പെർസെൻറ്റേജ് ഈൽഡ് കാൽക്കുലേറ്റ് ചെയ്തു. ഇതേ റിയാക്ഷൻ്റെ തന്നെ നമുക്ക് ആറ്റം എക്കണോമി എത്രയായിരിക്കും എന്നും കൂടി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സോ ആറ്റം എക്കണോമിയുടെ ഇക്വേഷൻ ഇങ്ങനെയാണ് വരുന്നത്: മോളാർ മാസ് ഓഫ് ദ ഡിസൈർഡ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മോളാർ മാസ് ഓഫ് ദ റിയാക്റ്റൻറ്റ് യൂസ്ഡ് ആണ്. സോ ഇൻറ്റു 100. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെർസെൻറ്റേജ് ആറ്റം എക്കണോമി ആയിട്ട് നമുക്കതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ. ആറ്റം എക്കണോമി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്. സോ നമുക്ക് നേരത്തെ റിയാക്ഷനിൽ തന്നെ അതിൻ്റെ ആറ്റം എക്കണോമി എത്രയായിരിക്കും എന്നുകൂടി കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഈ റിയാക്ഷൻ്റെ ആറ്റം എക്കണോമി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2 ടേംസ് ആണ് വേണ്ടത്. അതായത് നമ്മൾ മോളാർ മാസ് ഓഫ് പ്രൊഡക്ട്സും അതുപോലെ തന്നെ മോളാർ മാസ് ഓഫ് റിയാക്റ്റൻസും ആണ് വേണ്ടത്. ഈ കേസിൽ നമുക്കിവിടെ മോളാർ മാസ് ഓഫ് പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട്. ഇവിടെ ഒരു പ്രൊഡക്റ്റേ ഉള്ളൂ. അതുപോലെ റിയാക്റ്റൻറ്റ് 2 റിയാക്റ്റൻസ് ഉണ്ട്. അതിന് രണ്ടിൻ്റെയും മോളാർ വെയിറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. സോ നമുക്കിവിടെ ആറ്റം എക്കണോമി കാൽക്കുലേറ്റ് ചെയ്തൂടെ? ആറ്റം എക്കണോമി അല്ലെങ്കിൽ നമുക്ക് പെർസെൻറ്റേജ് ആറ്റം എക്കണോമി എന്ന് പറയാം. സോ പെർസെൻറ്റേജ് ആറ്റം എക്കണോമി പറയുമ്പോൾ നമുക്ക് പ്രൊഡക്റ്റിൻ്റെ മോളാർ വെയിറ്റ് അല്ലേ? സോ അതെന്താണ് ഇവിടെ 208 ആണ്. ഡിവൈഡഡ് ബൈ എന്താണ്? നമ്മൾ 2 റിയാക്റ്റൻസ് ഉണ്ട്. സോ എന്താണ്? 106 പ്ലസ് 120 ആണ് നമുക്ക് വരിക. ഇൻറ്റു 100 ആണ് ഇവിടെ ചെയ്യുക. ഓക്കെ, സോ ഇത് ചെയ്യുമ്പോൾ എത്രയാണ്? 208 ഡിവൈഡഡ് ബൈ 226 ഇൻറ്റു 100 ആണ് വരിക. സോ ഇതെന്താണ്? 90% ആറ്റം എക്കണോമിക് ഉള്ള ഒരു റിയാക്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ നമ്മളിവിടെ സെയിം റിയാക്ഷൻ്റെ തന്നെ ആറ്റം എക്കണോമിയും പെർസെൻറ്റേജ് ഈൽഡും കാൽക്കുലേറ്റ് ചെയ്തു. പെർസെൻറ്റേജ് ഈൽഡ് നമുക്ക് എത്രയായിട്ട് കിട്ടി? 50% ആയിട്ട് കിട്ടി. അതുപോലെ തന്നെ നമുക്ക് ആറ്റം എക്കണോമി എത്രയായിട്ട് കിട്ടി? 92% ആയിട്ട് കിട്ടി. സോ ഇവിടെ നമ്മൾ 2 ടേമും നമ്മളുടെ പെർസെൻറ്റേജ് ഈൽഡും ആറ്റം എക്കണോമിയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. അതായത് സിമിലർ കൺസെപ്റ്റ് തോന്നുമെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള അപ്രോച്ചാണ്. നമ്മുടെ പെർസെൻറ്റേജ് ഈൽഡ് നമ്മുടെ റിയാക്റ്റൻറ്റിൽ നിന്ന് എത്ര വെയിറ്റ് അല്ല എത്ര ഗ്രാംസ് നമുക്ക് പ്രൊഡക്റ്റ് ഫോം ചെയ്യാം എന്നുള്ള രീതിയിലാണ് അവിടെ നമ്മൾ പെർസെൻറ്റേജ് ഈൽഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ ആറ്റം എക്കണോമി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ റിയാക്റ്റൻറ്റിലുള്ള എല്ലാ ആറ്റത്തിനെയും എത്ര എഫിഷ്യൻ്റ് ആയിട്ട് നമ്മളെ പ്രൊഡക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നോക്കുന്നത്. സോ രണ്ടും സിമിലർ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണെങ്കിൽ കൂടി നമ്മുടെ വാല്യൂസിൽ വല്ല വ്യത്യാസം വരുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ ഒരേ റിയാക്ഷൻ്റെ തന്നെ ആറ്റം എക്കണോമിയും കാൽക്കുലേറ്റ് ചെയ്തു, അതുപോലെ പെർസെൻറ്റേജ് ഈൽഡും കാൽക്കുലേറ്റ് ചെയ്തു. രണ്ടിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള വാല്യൂസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പെർസെൻറ്റേജ് ഈൽഡ് നമുക്ക് 50% ആയിട്ട് കിട്ടി. അതുപോലെ തന്നെ ആറ്റം എക്കണോമി നമുക്ക് എന്താണ്? 92% ആയിട്ട് കിട്ടി. സോ രണ്ടിലും തന്നെ ഭയങ്കരമായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. സോ ആ ഡിഫറൻസ് എങ്ങനെയാണ് വരുന്നത് നമുക്കിനി നോക്കാം. അതായത് പെർസെൻറ്റേജ് ഈൽഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ റിയാക്റ്റൻറ്റിൽ നിന്ന്
എത്രത്തോളം നമുക്ക് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു റിലേറ്റീവ് ആയിട്ടുള്ള ടേമാണ് നമ്മുടെ പെർസെൻറ്റേജ് ഈൽഡ്. അതായത് നമ്മളൊരു എത്ര ഗ്രാം നമ്മൾ റിയാക്റ്റൻ്റ് എടുത്തോ അതിൽ നിന്ന് എത്ര ഗ്രാം നമുക്ക് പ്രൊഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു റിലേറ്റീവ് ടേമാണ്. സോ അതിൽ ആക്ച്വൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയതിൻ്റെതും അതുപോലെ തിയററ്റിക്കലി എത്ര പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു റിലേറ്റീവ് ആയിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷനാണ് നമ്മളുടെ പെർസെൻറ്റേജ് ഈൽഡ് വരുന്നത്. പക്ഷേ നമ്മുടെ ആറ്റം എക്കണോമി എന്ന് പറയുമ്പോൾ നമ്മുടെ റിയാക്റ്റൻറ്റിലുള്ള എല്ലാ ആറ്റത്തിനെയും എത്ര എഫിഷ്യൻ്റ് ആയിട്ട് പ്രൊഡക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു റിലേറ്റീവ് ആയിട്ടുള്ള ടേമാണ്. സോ അവിടെ ആറ്റത്തിൻ്റെ വെയിറ്റാണ് നമ്മളിവിടെ കമ്പയർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ ഒരേ റിയാക്ഷനിൽ നമുക്ക് തിയററ്റിക്കൽ ഈൽഡും അതുപോലെ തന്നെ ആറ്റം എക്കണോമിയും ഡിഫറൻ്റ് ആയിട്ട് കിട്ടുന്നത്. സോ ഈ റിയാക്ഷനിൽ പെർസെൻറ്റേജ് ഈൽഡ് കുറവാണെങ്കിൽ കൂടി അത് എഫിഷ്യൻ്റ് ആയിട്ടുള്ള, അതായത് ആറ്റം എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. സോ ഇതാണ് അതിൻ്റെ മേജർ ആയിട്ടുള്ള ഡിഫറൻസ് വരുന്നത്. സോ ഈ വീഡിയോയിൽ നമ്മൾ ആറ്റം എക്കണോമി അല്ലെങ്കിൽ ആറ്റം എഫിഷ്യൻസിയെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തത്. അത് തിയററ്റിക്കൽ ഈൽഡിൽ നിന്ന് എങ്ങനെയാണ് ഡിഫറൻ്റ് ആവുന്നത് എന്നുള്ളതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള അപ്രോച്ച് കൂടിയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സീ യു ഗൈസ്, ബൈ.